കോൺഗ്രസിന്റെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ചരിത്രത്തിൽ ശശി തരൂരിനെ പോലൊരു നേതാവ് ഉണ്ടോ എന്ന കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നേതൃത്വത്തെ നിരന്തരം വിമർശിക്കുന്നു, അതോടൊപ്പം തന്നെ സ്വന്തം തീരുമാനപ്രകാരം മുന്നോട്ട് പോകുന്നു. പക്ഷെ പാർട്ടിക്ക് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ കഴിയുന്നില്ല, അദ്ദേഹം പുറത്തു പോകുന്നില്ല. അത്തരത്തിലൊരു വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. തുടർച്ചയായി തന്നെ അദ്ദേഹം പ്രത്യേകിച്ച് BJP-യെ പുകഴ്ത്തുന്നു, നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നു, BJP-ക്ക് അനുകൂലമായി സംസാരിക്കുന്നു. കോൺഗ്രസിനുള്ളിലെ ഒരു BJP വക്താവായി മാറിയിരിക്കുകയാണ് ശശി തരൂർ. പണ്ട് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അറിയാം, കോൺഗ്രസിനുള്ളിൽ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഉണ്ടായിരുന്നു. അവരാണ് പിന്നീട് പാർട്ടി വിട്ടുവന്ന് സോഷ്യലിസ്റ്റുകളായി മാറുന്നത്, കമ്മ്യൂണിസ്റ്റുകളായി മാറുന്നത്. അത് നമുക്ക് EMS അറിയാം, AKG അറിയാം. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ചരിത്രത്തിലേക്ക് ശശി തരൂർ ഇടം പിടിക്കുകയാണ്, കോൺഗ്രസിനുള്ളിലെ BJP-കാരനായി മാറിയിരിക്കുകയാണ്. ഇദ്ദേഹം ആരെയാണ് വിമർശിക്കുന്നത്? അവസാന ഘട്ടത്തിൽ ആഴ്ചകൾക്ക് മുൻപ് നെഹ്റു കുടുംബത്തെ വിമർശിച്ചിരിക്കുകയാണ്. നെഹ്റു കുടുംബത്തെ വിമർശിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? ഒന്നെങ്കിൽ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കും, അല്ലെങ്കിൽ അവർ മറ്റൊരു പാർട്ടിയിൽ അഭയം തേടേണ്ടി വരും. പക്ഷെ ഇപ്പോൾ വർഷങ്ങളായി തന്നെ അദ്ദേഹം നെഹ്റു കുടുംബത്തെ വിമർശിക്കുകയാണ്. പക്ഷെ എന്നിട്ട് നെഹ്റു കുടുംബത്തിനും ഹൈക്കമാൻഡിനും കോൺഗ്രസ് നേതൃത്വത്തിനും ഇദ്ദേഹത്തെ പിടിച്ചുകെട്ടാൻ കഴിയുന്നില്ല. പിടിച്ചുകെട്ടാൻ കഴിയാത്തത് തന്നെയാണ് ശശി തരൂരിന്റെ വിജയം. ശശി തരൂരിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, 2009 മുതൽ തിരുവനന്തപുരം ജില്ലയിൽ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുകയാണ്. പലതവണ കോൺഗ്രസ്സുകാർ തന്നെ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. പ്രത്യേകിച്ച് BJP-ക്ക് ശക്തിയുള്ള മണ്ഡലമാണ്. BJP അക്കൗണ്ട് തുറക്കണമെന്ന് ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച ഒരു മണ്ഡലം കൂടിയാണ്. 2014 തെരഞ്ഞെടുപ്പിലും 2019 തെരഞ്ഞെടുപ്പിലും 2024 തെരഞ്ഞെടുപ്പിലും BJP ഇവിടെ 2ാം സ്ഥാനം നേടി. 2 തവണ പരാജയപ്പെട്ടിരിക്കുന്നത് 20,000-ൽ താഴെ വോട്ടിനാണ്. അപ്പോൾ അങ്ങനെ BJP ഒരു ഭാഗത്ത് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു, കോൺഗ്രസിനുള്ളിലെ നേതാക്കൾ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ നേതാക്കൾ ഇദ്ദേഹം പരാജയപ്പെട്ട് കാണാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് നടത്തുന്നത്. കാരണം ശശി തരൂർ എന്ന് പരാജയപ്പെട്ടിരുന്നെങ്കിൽ തങ്ങൾക്ക് അടുത്ത തവണ മത്സരിക്കാമെന്ന ചിന്തയുമായി പല നേതാക്കളും നിലനിൽക്കുന്നുണ്ട്. അവരെല്ലാം ശ്രമിച്ചിട്ടും ശശി തരൂർ തന്റെ കഴിവുകൊണ്ടാണ് ഇവിടെ വിജയിച്ചു കയറുന്നത്. അങ്ങനെ കഴിവുള്ള ഒരു നേതാവാണ് അദ്ദേഹം. ഇങ്ങനെ BJP-ക്ക് അനുകൂലമായി സംസാരിക്കുമ്പോൾ നടപടി എടുക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ശശി തരൂരുമായി ഒരു ചർച്ചയ്ക്ക് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തയ്യാറാകുന്നില്ല? എന്താണ് ശശി തരൂരിന്റെ പ്രശ്നം? ആ പ്രശ്നം പരിഹരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൽ തന്നെ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ലേ? കാരണം തുടർച്ചയായി 4 തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുകയാണ്. ഈ BJP-യുടെ വെല്ലുവിളി മറ്റു നേതാക്കൾക്കൊന്നുമില്ല. ഇപ്പോൾ തൃശ്ശൂരിലുണ്ടായി, ഇപ്പോൾ കൊല്ലത്തുണ്ടോ, അതോടൊപ്പം തന്നെ തുടർച്ചയായി ജയിക്കുന്ന പത്തനംതിട്ടയിലുണ്ടോ, കോഴിക്കോടുണ്ടോ? ഇവിടെയെല്ലാം വോട്ടുണ്ട്, പക്ഷേ വിജയസാധ്യതയില്ല. പത്തനംതിട്ട ജില്ലയിലെല്ലാം വലിയ രീതിയിലൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും അവർ BJP-യുടെ 3ാം സ്ഥാനത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിന്, BJP-യുമായി നേരിട്ട് പോരാടി നിൽക്കുന്ന നേതാവിന് കേരളത്തിൽ കോൺഗ്രസിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. പക്ഷെ കേരളത്തിൽ അധികാരമോഹികളായ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ചില നേതാക്കൾക്ക് ശശി തരൂരിനോട് താല്പര്യമില്ല. താല്പര്യമില്ലാത്തത് തന്നെയാണ് പ്രശ്നം. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും കെട്ടിയെഴുന്നള്ളിച്ച് കുറെ നേതാക്കൾ അങ്ങ് ഡൽഹിയിൽ കൊണ്ടിരുത്തിയിട്ടുണ്ടല്ലോ, രാഹുൽ ഗാന്ധിക്ക് ഉപദേശം നൽകാൻ വേണ്ടി. ആ ഉപദേശം നൽകുന്ന മരമണ്ടന്മാരുടെ ഈ കഴിവുകേടാണ് രാഹുൽ ഗാന്ധിയുടെ തന്നെ പരാജയത്തിന് കാരണം. ഇടക്കാലത്ത് ആലപ്പുഴയിൽ നിന്നും വിജയിച്ചു പോയ ഒരു മരമണ്ടൻ പറയുകയാണ്, ഈ നമ്മുടെ ബീഹാർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ സ്ട്രൈക്ക് റേറ്റ് വെച്ച് അദ്ദേഹം വിലയിരുത്തുകയാണ്. BJP വലിയ വിജയം കൊയ്തു, ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയില്ലാത്തതെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ചരിത്രം അറിയില്ല. നാം ഈ 2025 ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടോ? അത് ചരിത്ര സംഭവമാണോ എന്ന് പരിശോധിക്കുമ്പോൾ അത് ചരിത്ര സംഭവമല്ല. കാരണം ഇതിന് സമാനമായ സീറ്റുകളിൽ, ഇതിന് തത്തുല്യമായ സീറ്റുകളിൽ 2010 JDU BJP സഖ്യം വിജയിച്ചിരിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ വിജയം കൊയ്ത ഒരു പാർട്ടി ഇപ്പോൾ 2001 തിരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ അറിയാം 100 സീറ്റ് കോൺഗ്രസ് നേടിയിട്ടുണ്ട്. അത് തന്നെയാണല്ലോ VD സതീശൻ പറയുന്നത്. 2001 ആവർത്തിക്കുമെന്നാണ് പല നേതാക്കളും പറയുന്നത്. 2001 ആവർത്തിക്കുമെന്ന് പറയുമ്പോൾ 100 സീറ്റ് കിട്ടും. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസിന് 100 സീറ്റ് കിട്ടിയാൽ അത് അട്ടിമറിയാണെന്ന് പറയാൻ കഴിയുമോ? കാരണം ഇതിനു മുൻപ് അവർ 100 സീറ്റ് ലഭിച്ചിരിക്കുന്നു. അല്ലാതെ BJP നേമത്തെ ഒരു വിജയം അതിനുശേഷം അത് 100ലേക്ക് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, 101ലേക്ക് പോവുകയാണെങ്കിൽ, 1ൽ നിന്ന് 101ലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അട്ടിമറി എന്ന് പറയും. മറിച്ച് കോൺഗ്രസ് ഇതിനു മുൻപ് 100 സീറ്റിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ഒരു പാർട്ടിയുടെ വളർച്ച എങ്ങനെയാണല്ലോ 100 സീറ്റിലേക്ക് പോകുന്നു. നമുക്ക് ഏറ്റവും അവസാനം വന്ന AAPയുടെ ചരിത്രം തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കാം. അവർ ആദ്യം മത്സരിക്കുന്നു, 20-ലധികം സീറ്റുകൾ നേടുന്നു, പിന്നീട് അത് 60ലേക്ക് പോകുന്നു, 50ലേക്ക് ചുരുങ്ങുന്നു, 20ലേക്ക് ചുരുങ്ങുന്നു. അങ്ങനെ പാർട്ടിക്ക് വളർച്ചയുണ്ട്, താഴ്ചയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം തന്നെയാണ് ബീഹാറിൽ സംഭവിച്ചിരിക്കുന്നത്. അത് ഉൾക്കൊള്ളാൻ, ചരിത്രം പഠിക്കാൻ ഈ മരമണ്ടന്മാർ തയ്യാറാകാതെ ആ രാഹുൽ ഗാന്ധിയെ കുളത്തിലും കടലിലും കൊണ്ടിട്ട് വയനാട്ടിലെ ഈ ചായക്കടകളിൽ കയറ്റിയിറക്കി അദ്ദേഹത്തെ ഒരു കോമാളിയായി മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഈ കോമാളിക്കെതിരെയാണ് ശശി തരൂർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കാരണം അദ്ദേഹം ലക്ഷ്യമിടുമ്പോൾ ശശി തരൂരിന് പാർട്ടിയിൽ പിന്തുണ ലഭിക്കുകയാണ്. അത് നാം അന്ന് ദേശീയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ കൃത്യമായി തന്നെ മനസ്സിലാകും. നെഹ്റു കുടുംബത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു മല്ലികാർജുന ഖാർഗെ. മറ്റൊരു ഭാഗത്ത് ഈ നമ്മുടെ ശശി തരൂരിന് 10%-ലധികം വോട്ട് ദേശീയ പ്രസിഡന്റായി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു. അത് ഈ പാർട്ടിക്കുള്ളിലെ പ്രതിസന്ധികൾ കാരണം ശശി തരൂരിന് അനുകൂലമായ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അന്ന് 10%-ലധികം വോട്ട് ഇദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു നേതാവിനെ കേരളത്തിൽ എത്തിച്ച് തങ്ങളുടെ അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നതിന് പകരം അദ്ദേഹത്തെ പൂർണ്ണമായി തന്നെ ഒറ്റപ്പെടുത്തുകയാണ്. കേരളത്തിൽ പല തെരഞ്ഞെടുപ്പുകൾ പ്രചരണങ്ങൾ നടക്കുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, പാലക്കാട് തെരഞ്ഞെടുപ്പ്, പല ഉപതെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല. അദ്ദേഹം തുറന്നു പറയുകയാണ്. അദ്ദേഹത്തെ പരിഗണിക്കാതെയാണ് ഇപ്പോൾ കേരളത്തിലെ നേതാക്കൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പല തവണ ഈ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നത്. തുടർച്ചയായി തന്നെ BJPക്ക് അനുകൂലമായി സംസാരിക്കുന്നത്, അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്ക് അനുകൂലമായി സംസാരിക്കുന്നത്. ഇത് ദേശീയ തലത്തിൽ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ അത് കേരളത്തെ സ്വാധീനിക്കും. കേരളത്തെ സ്വാധീനിക്കാനുള്ള കാരണം ഇപ്പോൾ 2 തെരഞ്ഞെടുപ്പുകളാണ് മുന്നിൽ നിൽക്കുന്നത്. ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ്. ഇദ്ദേഹത്തിന് വലിയ രീതിയിൽ സ്വാധീനമുള്ള തിരുവനന്തപുരം മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. ആകെയുള്ളത് 10 സീറ്റുകളാണ്. ഇദ്ദേഹത്തെ പോലുള്ള ഒരു നേതാവ് തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിയില്ലേ? പക്ഷെ അദ്ദേഹത്തെ അവഗണിക്കുകയാണ്. അങ്ങനെ അവഗണിച്ച് പരാജയപ്പെടുമ്പോൾ ഉടൻ തന്നെ ന്യായവുമായി ഇറങ്ങും. എന്താണ് പരാജയപ്പെട്ടത്? വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, വർഗീയതയുടെ വിജയം, ജനാധിപത്യത്തിന്റെ പരാജയം. നിങ്ങളുടെ കഴിവുകേടാണെന്ന് നിങ്ങൾ എന്ന് സമ്മതിക്കുമോ, നിങ്ങളുടെ കഴിവുകേട് തിരിച്ചറിഞ്ഞ് നിങ്ങൾ എന്ന് പാഠം പഠിക്കുമോ, അന്ന് നിങ്ങൾ വിജയിച്ചു കയറും. അത് വൈകും തോറും നിങ്ങളുടെ പാർട്ടിയുടെ അടിത്തറ ഇളകുകയാണ്. അടിത്തറ ഇളകിയ സംസ്ഥാനങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ബീഹാറുണ്ട്, തമിഴ്നാടുണ്ട്, ഗോവയുണ്ട്, ഗുജറാത്തുണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, അങ്ങനെ എത്ര ഒറീസയുണ്ട്, പശ്ചിമ ബംഗാളുണ്ട്. ഒരു കാലത്ത് നിങ്ങളുടെ എല്ലാം ശക്തി കേന്ദ്രമായിരുന്ന, കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഇന്ന് ആ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇന്ന് ഇല്ലാതായിരിക്കുകയാണ്.